ഷൈനി പറമ്പിൽ പോകാൻ വരുമ്പം എനിക്ക് എന്തെങ്കിലും അസുഖം കൊണ്ട് എൻ്റെ ഈ മൂത്രത്തിന് പോകാൻ വേണ്ടി ഇത് കിട്ടും യൂറിൻ ബാഗിട്ടിരിക്കുകയാണ്. എന്താ ഈ അപ്പച്ച ഇത് കിട്ടും മാറാറായെന്ന് ചോദിച്ചാൽ അവൾ മാറ്റിയിടുകയും പിടിക്കുകയും ചെയ്യും. കുത്തി വെക്കേണ്ടി വന്നാൽ കുത്തി വെക്കും. അങ്ങനെ ഒത്തിരി ഉപകാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതാ അവളും ചെയ്യും. ഞാൻ ആശുപത്രിയിൽ കുറച്ചാളെ കിടന്ന അന്നേരം അവിടെ കെട്ടിയവൻ വന്ന് എനിക്ക് പൈസയൊക്കെ കൊണ്ടു തന്നത്. അവനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് ഈ അനുഭവത്തിന് ഒരു കുഴപ്പമില്ല. അവളും അതുപോലെയാണ്. എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ അത് പുറത്തോട്ട് വരികയല്ലോ. ഇപ്പോൾ ഓരോരുത്തരും ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴല്ലേ ലീക്ക് ചെയ്ത് ഈ പുറത്തോട്ട് തന്നെ. പിന്നെ ഇവരെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങൾ ആണുങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഈ വീടുകളിൽ പണിക്ക് പോകാതെ ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പം ഇവരുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ച്. അല്ലാതെ ആണുങ്ങളോട് പറയുമോ പെണ്ണുങ്ങളുടെ എന്തെങ്കിലും കാര്യം? അവന്നല്ലേ പെണ്ണുങ്ങൾ പലരും കൂടുമ്പോൾ ഈ പരദോഷം പറയും ഒരു വർഷം പറഞ്ഞു. അപ്പച്ച ഈ ഷൈനിയോട് പറയാതെ തന്നെ ഷൈനിയോട് കയറി വന്നിട്ട് അപ്പച്ച യൂറിൻ ബാഗ് മാറിയോ എപ്പോഴും ഇതിലല്ലേ പോണേ. എന്നെ കണ്ട് കൈ നോക്കി കാണിക്കല്ലോ എന്നാണ്ട്. ഞങ്ങൾ സ്വന്തമല്ലേ, വല്യപ്പന്മാരെ എണ്ണനിമാരില്ലേ. ഷൈനി എന്നിട്ട് ഇതൊക്കെ എത്ര കാലമായിട്ട് ഷൈനി ഇവിടെ വരാറുണ്ടായിരുന്നു അപ്പച്ച? അവൾ കെട്ടി വന്ന ഇത് കെട്ടി ഇവിടെ വന്ന താമസമാണെങ്കിൽ പുള്ളി അവരുടെ പറമ്പൊക്കെ ഇവിടെയല്ലേ. എല്ലാ ദിവസവും തന്നെ അവൾ ഇവിടെ പറമ്പിലോരോ ഒന്നിനു വേണ്ടി വരുന്നതല്ലേ. അവനും അവധിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും മീനെ തീറ്റ കൊടുക്കാനോ അതിനെ കെട്ടിതിലേ വരുന്നത്. അന്നേരം അവനും എന്തെങ്കിലും എന്നാണ്ട് വിചാരിച്ച് വിളിച്ച് ചോദിക്കാതെ അവനും പോവുകയില്ല. അവനെനിക്ക് ആശുപത്രിയിൽ കണ്ടപ്പോൾ ആശുപത്രി കൊണ്ടേ പൈസയൊക്കെ അവനും എനിക്ക് തന്നിട്ടുള്ളതാണ്. ഈ രണ്ടുപേർക്കും എനിക്ക് സംബന്ധിച്ചുകൊണ്ടില്ല, എനിക്ക് രണ്ടുപേരെയും കാര്യമാണ്. പിന്നെ എന്നാ അപ്പച്ച ഇത് സംഭവിച്ചത്? ഇതെന്താന്ന് ചോദിച്ചു ഈ പെണ്ണിനെ ഉദരവാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൽ ഇപ്പോഴല്ലേ ഈ ഇത് തമ്മിൽ തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞപ്പോഴല്ലേ ഊത്തരവ് പുറത്തു തന്നെ. അതുവരെ ഒരു മനുഷ്യനോടും ആർക്കും അറിയത്തില്ലല്ലോ. വീട്ടിലെ കാര്യങ്ങളൊന്നും ഇവർ പുറത്ത് വിടുകയില്ലായിരുന്നു, പറയുകയില്ല. ആദ്യം പിന്നെ ഇവർക്ക് തലപ്പടിക്കാർ, കമ്പനിക്കാർ, നമ്മളായാലും എൻ്റെ ചെറുപ്പത്തിലെ കൂട്ടുകാരുണ്ട്, അമ്മച്ച് കള്ളു പിടിക്കും അങ്ങനെ ഇങ്ങനെ ആൾക്കാർ അങ്ങനെയുള്ള കമ്പനിയിൽപ്പെട്ട. ഈ ബോബി വരാറുണ്ടോ? ബോബി എന്ന് പറഞ്ഞാൽ അച്ഛൻ വരാറുണ്ടോ അവിടെ? ഇല്ലല്ലേ. അത് വീട്ടിൽ വരുന്നു അവിടെ ഇരിക്കുന്ന കാണാം, പോകുന്ന കാണാം. ബോബി അങ്ങനെ വർത്താനമൊന്നും പറയുന്നില്ല. നോബിയുടെ അമ്മ ഭയങ്കര വഴക്കാളിയാണ്, എല്ലാവരോടും വഴക്ക് കൂടുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിലെന്തെങ്കിലും കഥയുണ്ടോ? അങ്ങനെ നീട്ടി കഴിഞ്ഞാൽ ആദ്യകാലത്തൊന്നും ഒരു കുഴപ്പമില്ല. ഈ പിള്ളേരുടെ കൊണ്ടറിയി എൻ്റെ അനുഭവത്തെങ്കിൽ ഇവിടെ അവർ ഇതിൽ വന്ന് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയുണ്ട്, അസുഖം കുറഞ്ഞോ പോയില്ലോ, ചായ കുടിച്ചോ, ഇതൊക്കെ എന്നോട് വിശേഷമൊക്കെ ചോദിച്ചേച്ചാ പോകണം. ഇനി അച്ഛനൊക്കെ എന്ന് പറയുമ്പം അവരുടെ രീതി പറമ്പുമായിട്ട് ബന്ധങ്ങളില്ലല്ലോ. അവിടെ വീട്ടിൽ വരുന്നു, അവിടെ പോകണം. ഇങ്ങോട്ട് ഇവിടെ മലയാണ്, വീട് 5-6 ഏക്കർ സ്ഥലമുണ്ട്, 3-4 ഏക്കർ. ഇവിടെയല്ലേ കൃഷിയും കഴിഞ്ഞു. ഇവരൊക്കെ ഇല്ല ഇങ്ങോട്ട് വിളിക്കും. അച്ഛനൊന്നും ഇങ്ങോട്ട് വന്ന് മണ്ണി പണിക്കും അച്ഛനൊക്കെ ഉള്ളായിരുന്നു. ഈ ലിജോയുടെ തലക്കെട്ട് സിബി കല്ലൊക്കെ വെച്ച് ഇടിച്ചല്ലോ, അതെന്നാ കാരണം? എന്നാ അതേതാണ്ട് ഒരു ആടിൻ്റെ വിഷയവും ലിജോയുടെയും വെച്ചും ഒരാട് ഇവരുടെ പറമ്പിൽ കയറിയുണ്ട്. എന്നാന്ന് എനിക്കറിയത്തില്ല. റബ്ബറാണോ എന്തോ കൃഷി തിന്നോ, വാഴയാണോ എന്തോ കൃഷി തിന്നോ പിടിക്കാൻ ചെയ്തു. അതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആടിനെ പിടിച്ച് കെട്ടിക്കോണം അല്ലെ എടുത്തതെന്ന് പറഞ്ഞ് അങ്ങനെ ഏതാണ്ട് ഉണ്ടായതാണ്. ശരിക്കും ആ പറമ്പ് ലിജോയുടെ തന്നെയല്ലേ സ്ഥലം? അതൊക്കെ ഇത് ലിജോയുടെ ഒന്നുമല്ല, അത് അവർ മേടിച്ചതല്ലേ. ലിജോയും മറ്റും പിടിയുള്ളവരല്ല. വലിയ പാതായിക്ക് അപ്പുറത്തോ അവിടെ കണ്ടുള്ളതാണ്. ലിജോയുടെ പാറയുടെ എടുത്ത് കിടക്കുന്ന സ്ഥലം ലിജോയുടെ തന്നെയല്ലേ സ്ഥലം? ലിജോയുടെ അതിപ്പോ അവരുടെയാ, അവരുടെ അല്ലേ? പിന്നെ എന്തിനാ വഴക്കൂടാൻ? ആ പാറ കപ്പ ഉണങ്ങുന്നിടമൊക്കെ അടിനെ അടിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ അടിഞ്ഞോട്ട് കൊന്നു കാണും. കുഞ്ഞുങ്ങള് ആയിരിക്കും. അവരാണ് ഇതൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ഒന്നും കാണുന്നില്ലല്ലോ, ഈ പറഞ്ഞു കേൾക്കുന്നല്ലോ. പ്രിയരീ കാണുന്നതാണ് പൊറോപ്പാറയുടെ ഏറ്റവും തലയ്ക്കുമാണ്, ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഹൈറ്റുള്ളൊരു ഏരിയയുടെ താഴത്ത് വശത്താണ് നിൽക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്തെക്കുറിച്ച് ഈ വീട്ടിലെ അപ്പച്ചനൊരു കഥ നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ കണ്ടോണ്ടിരിക്കുക. അത് അപ്പച്ചൻ എന്താ അപ്പച്ചൻ കണ്ടേ? ഒരു 21 വയസ്സ് കാണിപ്പെണ്ണ്. ഇത് ഡോക്ടറിനെ കണ്ട് സെലക്ഷൻ കിട്ടിയെന്നും പറഞ്ഞാൽ അയൽവക്കക്കാരൊക്കെ ഇവിടെ കൂടി ഇത് പാവപ്പെട്ട വീട്ടിലാണ്. ഇതിനെ ഇത് കേട്ട് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ഇതിനെ പഠിക്കാൻ വിടാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കൂടെ സ്വീകരണമൊക്കെ കൊടുത്തു. പക്ഷേ സത്യത്തിൽ ഈ പെങ്കൊച്ച് തോറ്റുപോയി. അത് ഇവരോട് വേണ്ടിയില്ല. ആ നിരാശ കൊണ്ട് വീട്ടിൽ പറയാതെ ഇവിടെ വന്ന് ചേട്ടൻ്റെ 2 ഇത്തരത്തിലുള്ള 2 ആമ്പിള്ളേരെയും കൊണ്ട് പോയിട്ട് വന്ന് ഇവിടെ ഈ അമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞാൽ വന്നത്. ഒരു ഞായറാഴ്ച 8 മണിയായി കാണും. ഈ വീടുകളിലൊന്നും ആളില്ല, എല്ലാവരും പള്ളിയിൽ പോയിരിക്കാം. ഞാനിവിടെ എനിക്ക് പഠിച്ച റബ്ബറുണ്ട്, റബ്ബർ വെട്ടാനായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് കാണുന്നത്.
അത് പകുതി വരുന്നതിന് മുമ്പ് ജീവൻ പോയി. താഴെ വന്ന് വെച്ച ഇത് കേട്ട് ഞാൻ ഓടിച്ചെന്ന് വിടുന്നു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ തലയൊക്കെ അടിയിലാണ് കിടക്കണം. ഒന്ന് വലിച്ചു. ഞാൻ ആ തല പിടിച്ച് നേരെ വെച്ചു. എന്നുവെച്ചാൽ അപ്പോഴത്തേനും ജീവൻ പോയി. ഞാൻ നേരെ ഇഞ്ഞു വന്നു. അപ്പം ഇവിടുന്നൊക്കെ 1-2 പേര് ഈ വഴി വന്ന് നിന്നു. അങ്ങോട്ട് എല്ലാവർക്കും അടുക്കാൻ പേടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പിള്ളേരെ വിളിച്ച് വെച്ച് മുട്ടത്തിന് ഫോൺ ചെയ്ത് ആ കാരണന്മാരെ കൊണ്ട് ഇവിടുന്ന് ഇതിനെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോയി. മറ്റേ ഇവിടെ കിടന്ന ഈ തൊടുപുഴയുടെയും കരിമുത്തിൻ്റെ അതിര. അപ്പോൾ ഈ പോലീസുകാർ വന്നിട്ട് അവരാട്ടെ ഇവരാട്ടെ നമുക്ക് ആട്ടിക്കൊണ്ടിരിക്കും. ഞാനായി കൊച്ചിൻ്റെ ആ പാപ്പനോട് പറഞ്ഞു കടയിൽ നിന്നും കൊണ്ട് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി ആക്കിയിട്ട് പോലീസ് വിവരം അറിയിക്കാം. അപ്പം അനക്കൊണ്ടാട്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് അല്ല മറ്റേത് ഇന്ന് 2 ദിവസം ഇവിടെ കിടക്കും. 2 കൂട്ടി പോലീസുകാരും പറയും അവരുടെയാണ് ഇവരുടെയാണ് അത് നോക്കട്ടെ എന്ന് പറഞ്ഞു. നാട്ടുകാർക്കും ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞാൽ ആ പുള്ളി അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. ഈ പെങ്കൊച്ച് മരിച്ചു പോയായിരുന്നല്ലേ? പിന്നെ അത് പകുതി ഇടവരുന്നതിന് മുമ്പ് എന്ത് കിട്ടിയും പോയി. ഇത് എന്തെങ്കിലും ഹൈറ്റ് ഉണ്ടോ അപ്പച്ചാ? ഈ പാറയ്ക്ക് എന്തെങ്കിലും ഹൈറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഉദ്ദേശിക്കുന്ന മാതിരിയല്ല. അത് ഭയങ്കര പൊക്കമാന്നേ. അതിൻ്റെ അടുത്തോട്ട് ചെല്ലണം അതിൻ്റെ പൊക്കത്തിൻ്റെ ഇറങ്ങണമെങ്കിൽ. ഇത് നേരെയുള്ള പാറയല്ല. ഇതിൻ്റെ ഈ ഇടാവശം അകത്തോട്ട് തള്ളിയിരിക്കും. അപ്പം ഈ മുതുവശത്തെ ആളോ എന്ത് സാധനം വന്നാലും ഇതിൻ്റെ താഴെ തള്ളിയിരിക്കും. ഇതിലേക്ക് വന്നടിക്കുക. അങ്ങനെ ഈ താഴോട്ട് പോകുന്നത്. എത്ര പേര് ഇവിടെ മരിച്ചിട്ടുണ്ട്? ഞാൻ ഇത് പകല് കൃത്യം കണ്ടിട്ടുണ്ട്. നേരത്തെത്തുന്നൊരു അത് ഇതുമാതിരി ഒരു ഉച്ചകാരായപ്പോൾ ഞാൻ സംബന്ധിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കണ്ടില്ല. ഒരാണ് അത് വീട്ടിൽ നിന്നും അവിടെ താമസക്കാരുണ്ട് വഴക്ക് കൂടിയേച്ച് ഓടി വന്ന് ചാടിയതാണ്. നമ്മൾ കഞ്ചാവ് ഏതാണ്ടാർത്ഥം. അത് ഇതിനേക്കാൾ ഒരു 2-3 കൊല്ലം മുമ്പ്. അതെനിക്ക് അറിയത്തുള്ളൂ. അത് ഞാൻ പോയി കണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ച പറമ്പിലോട്ടാണ് വന്ന് വീണത്. ഈ ആദ്യം പറഞ്ഞ പെങ്കൊച്ച് മനഃപൂർവ്വം മരിച്ചാണോ? പിന്നെ അത് ഈ തോറ്റുപോയി എന്ന് പറഞ്ഞ് ഈ നാട്ടുകാർക്കും കൂടെ കൂടി ഇനി പിരിവെടുത്ത് ഇതിനെ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഇത് പഠിക്കാൻ പോകാനായിട്ടൊക്കെ ഇത് ചെയ്ത് എല്ലാവരും സ്വീകരണമൊക്കെ കൊടുത്തല്ലേ. ഇത് നുണ പറഞ്ഞല്ലേ. ചെറുക്കൻ പിള്ളേരുണ്ടായിരുന്നു കൂടെ? ആ അത് അപ്പൻ്റെ അനിയൻ്റെ 2 പിള്ളേരാണ്. ഈ ഇവരെ കളിച്ചിട്ട് ഞങ്ങൾ വലിയ പിള്ളേർ ഒരു 12-10 വയസ്സുകൾ. അയ്യോ, കുഞ്ഞു പിള്ളേരും കൂട്ടിക്കാണാണ് ആ കൊച്ചു വന്നേ? കൂട്ടായിട്ട് ഇവിടെ അടുത്തുള്ള ആള് തന്നെയായിരുന്നോ? മുട്ടത്തുളം ഇത് ആ ഇതൊക്കെ ആ പെണ്ണിൻ്റെ അപ്പാപ്പൻ്റെ പിള്ളേരാ ഇത് അത് കൂടെ ഉണ്ടായിരുന്നേ. ഈ കുഞ്ഞു പിള്ളേരെ എങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു? ബസ്സിനാ? ഒക്കെ തീർത്ത് കുഞ്ഞല്ലെന്നേ. 12-13 വയസ്സ് കാണും. അവിടെ ഈ പാറ അവിടെ നിന്ന് ഞാൻ കയറിപ്പോരാ. അങ്ങനെ നടന്നു പോന്നാ? അവിടുത്തെ വന്ന് വണ്ടി ഇറങ്ങി. അത് കഴിഞ്ഞ് ഇവിടെ അമ്പലത്തിൽ വന്നു പ്രാർത്ഥിക്കാൻ പോകുന്ന വീട്ടിൽ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഈ പിള്ളേരിലും പറഞ്ഞിരിക്കണം പ്രാർത്ഥിക്കാനാണെന്നാണ് പറഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഈ പെണ്ണിൻ്റെ മനസ്സിലുണ്ടാക്കും. ഈ കൂടെയുള്ള പിള്ളേർ ഇങ്ങോട്ട് ഇവിടെ ചാടിക്കഴിയുമ്പോഴല്ലേ അറിയണേ. അതുങ്ങൾ അവിടെ കിടന്ന് ഓരോടിച്ച് വന്നാലും ഞാൻ ഇപ്പുറത്തൂടെ ഇറങ്ങി വന്നു പറഞ്ഞു. അതിൽ ഇങ്ങോട്ട് ഇറങ്ങി വരാം. അപ്പം അതിൻ്റെ വാലേക്കിട ഈ പാറയുടെ മുകളിൽ നിന്ന് സംസാരം ഇവിടെ കേൾക്കാവോ അപ്പച്ചാ? ആ അതല്ലേ? ചെല്ലുമ്പോൾ ഇവിടെ ഇതൊക്കെ ആള് അങ്ങോട്ട് ഇങ്ങോട്ട് മാറണ ഇവിടുന്ന് കാണാം. നീ അച്ഛൻ വന്ന് നിന്നാ ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരം ഉണ്ടോ അവിടെ? 1 കിലോമീറ്റർ ഒന്നുമില്ല. 1 കിലോമീറ്റർ ഇല്ലല്ലേ? ഇതിൻ്റെ മുകളിലൊരു അമ്പലം ഉണ്ടല്ലേ? അപ്പുറത്തെ പാറയുടെ മുകളിൽ ഈ പാറയുടെ അങ്ങേറ്റത്തല്ലേ? അവിടെ എവിടെയായിട്ട്? ഇതിൻ്റെ മുകളിൽ റിസോർട്ട് എടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ റിസോർട്ടുണ്ട്. പിന്നെ ഈ ടൂറിസ്റ്റായിട്ട് ഈ ആൾക്കാർ വരികയും പോകും ഇതെല്ലാം ചെയ്യുന്ന അങ്ങനെ തൊടുപുഴയിൽ നിന്ന് വരുന്ന നല്ല ടാർ ചെയ്ത റോഡ് ഇവിടം വരെയുണ്ട്. ഇതിൻ്റെ മുകളിൽ വരെ 3 നിലയോ 2 നിലയോ എങ്ങാണ്ട റിസോർട്ട്. കാറ്റുള്ളവരും ഒക്കെ വന്ന ആണുങ്ങളും പെണ്ണുങ്ങളും എപ്പോഴും ചിരിയും കളിയൊക്കെ ഇവിടെ നിന്നാൽ ഈ അച്ഛത്തോട് വരെയല്ല വന്നാൽ ചിലപ്പോൾ കുഞ്ഞു പോലുമല്ലോ. ആ മുതുകത്ത് ഒത്തിരി വീതിയാണ്. ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങോട്ട് കടക്കത്തില്ലാത്ത രീതിയിൽ അങ്ങനെ വേലിക്കെട്ടോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലല്ലേ? കമ്പി വേലി ഒന്നും ഇല്ലല്ലേ? ഇവിടെയൊന്നും ചെയ്യത്തില്ല. ഇത് ഗവൺമെന്റിന്റെ അല്ലേ. പക്ഷെ അവിടെയൊക്കെ ഇങ്ങനെ അപ്പുറത്തെ പട്ടയമുള്ളവരുണ്ട്. അവിടെ റിസോർട്ടൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ വേലി കെട്ടി തിരിക്കേണ്ടതല്ലേ? ഇങ്ങോട്ട് കടക്കത്തില്ലാത്ത രീതിയിൽ ഇരുമ്പിന്റെ വേലിയൊക്കെ കെട്ടേണ്ടതല്ലേ? ഒരു കൊല്ലമായാലും റിസോർട്ടൊക്കെ വന്നിട്ട്. പിന്നെ ഈ വേലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വണ്ടി 4 വണ്ടിയുടെ വീതിയായി മുകളിൽ മണ്ടയിലുള്ളത്. പിന്നെ മലപ്പുറം വരുന്നവരെല്ലാം ഇങ്ങോട്ട് വരുള്ളൂ. അല്ലാതെ ഇതൊരു വക്ക് പോലെ ഉള്ളതല്ല. 3 വണ്ടി 4 വണ്ടി നിരന്ന് പോകാം. അത്രയും വീതിയുണ്ട് ഇതിൻ്റെ പാറയുടെ മുകളിൽ. അത്രയും വീതിയുണ്ട്. ആ ഞങ്ങൾ നേരത്തെ ഇപ്പം പറ്റില്ലാതായപ്പോഴല്ലേ സ്ഥിരം ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കന്നാലിങ്ങാലിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്നില്ല. അന്ന് വീടുകളൊന്നും പിന്നെ അന്ന് വീടുകൾ 1-2 ഒക്കെ ഉള്ളൂ. ഇപ്പൊ പിന്നെ അവിടെയൊക്കെ പതിച്ചൊക്കെ കൊടുത്ത ഈ കാണുന്ന ഈ പാറയുടെ മുകളിൽ കൂടെ നടന്ന് തന്നെ മുകളിലേക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? ഇവിടുന്ന് തന്നെ വട്ടം മുകളിലേക്ക് കയറാനുള്ള വഴികളൊക്കെ ഉണ്ടോ?
അങ്ങേക്ക് ഉറമറ്റത്ത് നിന്നേ കയറത്തുള്ളൂ. അല്ല ഈ പഴയ അങ്ങനെ ചുങ്കത്തിൽ നിന്ന് അവിടെ നിന്ന് ഈ രണ്ടിടത്ത് നിന്ന് കയറും. ഷൈനിയുടെ ആ മീൻകുളം ഉണ്ടല്ലോ, ഷൈനിയുടെ മീൻകുളത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ കയറാൻ പറ്റിയല്ലേ? അവിടെ നിന്ന് കയറത്തില്ല. അവിടെ നിന്ന് ഒരിടത്തും കയറാൻ പറ്റാം. ആ ഞാൻ അവിടുത്തെ ഷൈനിയുടെ മീൻകുളത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തളമ്പായിട്ട് കിടക്കുന്നതാണല്ലോ, അവിടെ നിന്ന് അങ്ങനെ സൈഡിൽ നിന്ന് കയറത്തില്ലേ? പണ്ട് കയറുമായിരുന്നു ഞങ്ങളൊക്കെ അറിയാവുന്നവർ. ഷൈനിയുടെ മീൻകുളത്തിൻ്റെ അവിടെ കയറ്റം നടക്കുന്നതല്ലേ. ഷൈനിയുടെ മീൻകുളത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത് കഴിഞ്ഞ് അവിടെ വെടി വെച്ച് എല്ലാം താത്തി കളഞ്ഞില്ല. അന്ന് അവിടെ വെടി വെച്ചിട്ടില്ല. പാറി ഞാൻ ജാനിയോടൊക്കെ പറഞ്ഞു പണ്ട് നേരത്തെ മീൻകുളമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്. അവിടെയൊക്കെ പട്ടയുണ്ടോ ആ ഭാഗത്തൊക്കെ? അത് കൈവച്ചല്ലേ. അതെല്ലേ. പട്ട ഇതിന് മുകളിൽ പട്ടയുണ്ട്. ഓഹോ. റിസൾട്ട് ഇരിക്കുന്ന പട്ടയത്തിൻ്റെ അതാണ്. അവിടെ ഉണ്ടോ 1 ഏക്കറോ 1.5 ഏക്കറോ അതിൻ്റെ പട്ടയുള്ളൂ. അപ്പോൾ ഈ ഷൈനിയ കൊക്ക വെച്ചാക്കുന്നതും വാഴ വെച്ചാക്കുന്നതും ആ മീൻകുളത്തിൻ്റെ ഭാഗം എല്ലാ പ്രദേശം മൊത്തം പട്ടയില്ലാത്ത സ്ഥലമാണോ? അത് കൈവശമായിരിക്കും. പിന്നെ പട്ടയം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കൈവശം ആർന്നു. അത് ഞങ്ങളുടെ കൈവശമായിരുന്നു. അപ്പം ഞങ്ങൾ കുടുംബക്കാരല്ല. അവർക്ക് കന്നാലിയുണ്ട്. അതിന് വളർക്കാൻ വേണ്ടി പുല്ലിടാൻ വേണ്ടി കൊടുത്താൽ പൈസയ്ക്കല്ല, ചുമ്മാ പഴക്കട്ടെ. ആർക്ക് കൊടുത്താ? ഈ ചൈനയുടെ അപ്പന്. എന്നിട്ട് അവർ കുറച്ചാൾ പുല്ലിട്ട് അവർക്ക് 3-4 കന്നാലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഈ റോഡ് വെട്ടിയപ്പോൾ സൗകര്യമായി പാറമട നടത്താൻ. അങ്ങനെ ഒരു 10-15 കൊല്ലം പാറമട വലിയ മട ആക്കി കഴിഞ്ഞു. അന്നേരമല്ലേ അവിടെ കട്ടിങ് ആയിപ്പോയി. പിന്നെ അവിടെ കയറത്തില്ല. അപ്പോൾ അപ്പച്ചൻ്റെ കൈവശത്തിലിരുന്ന ഭൂമി അതും അടിച്ചു മാറ്റി? അല്ല, എൻ്റെ അപ്പൻ്റെ. അതായത് അപ്പൻ്റെ കൈവശത്തിലിരുന്ന ഭൂമി ഇത് അടിച്ചു മാറ്റിയവര്? അടിച്ചു മാറ്റിയല്ലേ. ഞങ്ങൾ കാരണന്മാർ ചേട്ടനന്യന്മാരില്ലേ, ഞങ്ങൾക്ക് വേറെ ഇഷ്ടമായി പാറക്കെട്ട് പോലെ പുല്ലിടാനുള്ള സ്ഥലമുണ്ട്. അപ്പം അവർക്ക് 3-4 പശുക്കളുണ്ട്. അപ്പം ഞാൻ പുല്ലിട്ടാളെന്ന് നീ പുല്ലിട്ടോന്ന് പറഞ്ഞ് അങ്ങനെ പുല്ലിട്ട് കന്നാലി വളർക്കാൻ വേണ്ടി. പിന്നെ അവർ കൈവശപ്പെടുത്തി എടുത്തു. ഒരു കുറച്ചാലും പുല്ലൊക്കെ ഇട്ട് അങ്ങനെ അവരെടുത്തു. പറയാതെ ഞങ്ങൾക്ക് അല്ലാതെ ഉണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല. ഓഹോ. ഓക്കെ അപ്പച്ചാ.